Very good morning to one and all, and warm welcome to our 21st online class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ കോർപ്പറേറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ്, കോർപ്പറേറ്റ് റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ മെഷർമെൻറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ റെക്കഗ്നീഷൻ, പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? കോർപ്പറേറ്റ് റിപ്പോർട്ട് ഫ്രെയിംവർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ക്രൈറ്റീരിയയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The term reporting framework is defined as a set of criteria used to determine measurement, recognition, presentation and disclosure of all material information in reports. ഒരു റിപ്പോർട്ട്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ടാണ്? ഒരു മെഷർമെൻറ്റ്, അതോടൊപ്പം തന്നെ റെക്കഗ്നിഷൻ, പ്രസൻറ്റേഷൻ, ഡിസ്ക്ലോഷർ. ഇത്രയും ആയിട്ടുള്ള മെറ്റീരിയൽ മാറ്റേഴ്സ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരു റിപ്പോർട്ടിൽ, എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾ എന്തിൻ്റെ ഡെഫിനേഷനായിട്ട് പറയുന്നത്? റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കീ കോമ്പോണൻറ്റ് ഇൻ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഈസ് ആൻ ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത് കോർപ്പറേറ്റ് റിപ്പോർട്ടിങ്ങിൽ മെയിൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ടാണ് മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ഇൻറ്റൻഡഡ് ടു ഗിവ് ഇൻഫോർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ അബൌട്ട് എ കമ്പനീസ് ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ത്രൂ ഔട്ട് ദ പ്രിസീഡിംഗ് ഇയർ. അപ്പോൾ ഈ ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, അല്ലെങ്കിൽ അതിലെ മെയിൻ റോള് പ്ലേ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ആനുവൽ റിപ്പോർട്ട്, അതും ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. Companies are required to prepare and disclose an annual corporate report, and annual report need to be filed at the company's registrar. ഇനി ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഫ്രെയിംവർക്കിൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ആ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനി രജിസ്ട്രാറുടെ അടുത്ത് ഫർണിഷ് ചെയ്തിരിക്കണം. അതിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. ആൻ ആനുവൽ റിപ്പോർട്ട് വിൽ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ചെയർമാൻസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് അതിൻ്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ആര് ചെയ്തിരിക്കണം? ഓഡിറ്റേഴ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്തിനാണ് ഈ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ്, അതിലെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? കൾച്ചറ്, വാല്യൂസ്, എത്തിക്സ്, ഇതിനൊക്കെ കൂടിയിട്ടാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതായത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒറ്റ സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അറിയാത്ത കുട്ടികൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എലമെൻറ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയിൻസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റീസ്, ഡയറക്ടേഴ്സിന് എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ടു ദ കമ്പനീസ് AGM. എന്താണ് ഈ AGM എന്ന് വെച്ചാൽ? ആനുവൽ ജനറൽ മീറ്റിങ്ങിന് അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ നമ്മുടെ എന്തിൽ കാണിച്ചിരിക്കണം? ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കണം.
ഇത്രയാണ് ആനുവൽ ജനറൽ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ടത്. ആനുവൽ കമ്പനി റിപ്പോർട്ട്സ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ ഒരു ഇവാലുവേഷനും കൂടിയും എന്തിലുണ്ടായിരിക്കണം? ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ടിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയും എന്തിൽ വെക്കേണ്ടതാണ്? ഓഡിറ്റ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ പെർഫോമൻസ് കാണിക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നോട്ട്സ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് പോളിസീസ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കിന്, അത് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, കറക്റ്റായിട്ട് ഇവാലുവേഷൻ നടത്താനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും എലമെൻറ്റ്സ് ആണ് ആനുവൽ കോർപ്പറേറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇൻഫോർമേഷൻ ഡീംഡ് റെലവൻറ്റ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ആനുവൽ റിപ്പോർട്ട്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസും കൂടിയും റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. This may include corporate reporting on operations for manufacturing firms or corporate social responsibility reporting for organizations with environmentally or socially sensitive operation. ഇത് രണ്ട് ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും. ഇനി കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെങ്കിൽ എൻവയൺമെൻ്റലി അല്ലെങ്കിൽ സോഷ്യലി സെൻസിറ്റീവ് ഓപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യത്തക്ക വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. The total managerial remuneration payable by a public company to its directors, including managing director and all-time director and its manager in respect of any financial year shall not exceed 11% of the net profit of the company for that financial year, computed in the manner laid down in section 198, except that the remuneration of the directors shall not be deducted from the gross profit. Clear ആയിട്ട് മാനേജിങ് ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിക്കോട്ടെ ഓൾ ടൈം ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാർഷ്യൽ ഡയറക്ടർ ആയിക്കോട്ടെ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ഒരു ഫാക്ടർ ടോട്ടൽ മാനേജറൽ റെമ്യൂണറേഷൻ പേയബിൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരുടെ ഡയറക്ടേഴ്സിനായിക്കോട്ടെ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോ അല്ലെങ്കിൽ ഓൾ ടൈം ഡയറക്ടറോ ആണ് എന്നുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ എങ്ങനെയായിരിക്കണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ 11%-നേക്കാൾ കൂടാനായിട്ട് പാടില്ല. ഷാൽ നോട്ട് എക്സീഡ് ദ 11% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദാറ്റ് കമ്പനി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ 11%-നേക്കാൾ കൂടുതലായിട്ട് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല. For that financial year computed in the manner laid down in section 198. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് കംപ്ലൈ ചെയ്യേണ്ടത്? സെക്ഷൻ 198 പറയുന്ന പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ റെമ്യൂണറേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ഷാൽ നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ദ ഗ്രോസ് പ്രോഫിറ്റ്. അതോടൊപ്പം തന്നെ ഗ്രോസ് പ്രോഫിറ്റിൽ നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല? ഈ ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. Provided that the company in general meeting may, with the approval of the central government, authorize the payment of remuneration exceeding 11% of that net profit of the company. ഇനി 11%-നേക്കാൾ കൂടുതലായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? പ്രയർ അപ്രൂവൽ വാങ്ങിയിരിക്കണം. പ്രൊവൈഡഡ് ദാറ്റ് കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. എവിടെയാണ് അപ്രൂവൽ വാങ്ങിക്കേണ്ടത്? ജനറൽ മീറ്റിങ്ങിലാണ് അപ്രൂവൽ വാങ്ങിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വാങ്ങിക്കണം. ഓതറൈസ്ഡ് പേയ്മെൻറ്റ് 11%-നേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനും അതുപോലെ തന്നെ ജനറൽ മീറ്റിങ്ങിൽ ഒരു പ്രൊവിഷൻ വെച്ചുകൊണ്ട് അവിടെ ഒരു അപ്രൂവൽ വാങ്ങേണ്ടത്. കമ്പനീസ് ആർ റിക്വയർഡ് ടു ഡിസ്ക്ലോസ് in the board's report the information regarding remuneration of each employee and other details.
അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്, എന്തൊക്കെയാണ് ഈ ആനുവൽ ജനറൽ മീറ്റിങ്ങിലുള്ള റിപ്പോർട്ടിൽ പബ്ലിഷ് ചെയ്യേണ്ടത്? ബോർഡ്സ് റിപ്പോർട്ട് ഉള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? റിഗാർഡിംഗ് റെമ്യൂണറേഷൻ ഓഫ് ഈച്ച് എംപ്ലോയി. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ എംപ്ലോയീസിൻ്റെയും റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കമ്പനീസ് റിക്വയർഡ് ടു ഡിസ്ക്ലോസ് സച്ച് ഇൻഫോർമേഷൻ ഇൻ ഡയറക്ടേഴ്സ് റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിലും ഓരോ എംപ്ലോയീസിൻ്റെയും റെമ്യൂണറേഷനും അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ചിട്ടും ഡിസ്ക്ലോഷർ ഉണ്ടായിരിക്കണം. എവറി ലിസ്റ്റഡ് കമ്പനി ഷാൽ ഡിസ്ക്ലോസ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട് ദ ഫോളോയിങ്. ഇനി ലിസ്റ്റഡ് കമ്പനിയാണ് അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? 7 എലമെൻ്റ് ആണ് പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ റേഷ്യോ ഓഫ് ദ റെമ്യൂണറേഷൻ ഓഫ് ഈച്ച് ഡയറക്ടർ ടു ദ മീഡിയൻ എംപ്ലോയീസ് റെമ്യൂണറേഷൻ ആൻഡ് സച്ച് അതർ ഡീറ്റെയിൽസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. റേഷ്യോ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഓരോ ഡയറക്ടേഴ്സിൻ്റെയും റെമ്യൂണറേഷനും അതോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ്റെ മീഡിയൻ കണ്ടിട്ട് അത് തമ്മിലുള്ളൊരു റേഷ്യോ ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടിയും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ റെമ്യൂണറേഷൻ ഓഫ് ഈച്ച് ഡയറക്ടർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കമ്പനി സെക്രട്ടറി ഓർ മാനേജർ ഇഫ് എനി ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയറിൽ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിക്കോട്ടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിക്കോട്ടെ കമ്പനി സെക്രട്ടറി ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ അവരുടെ റെമ്യൂണറേഷനിൽ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം കൂടി ബോർഡ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ മീഡിയൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ റേഷ്യോൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനും എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷനും മീഡിയനും തമ്മിലുള്ള റേഷ്യോ ആണ് ഫസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ തേർഡ് പോയിന്റിൽ പറയുന്നത് എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ്റെ മീഡിയൻ പെർസെൻറ്റേജിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷനും കൂടിയും ബോർഡിൻ്റെ റിപ്പോർട്ടിൽ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ. ഫോർത്ത് പോയിന്റ്, ദ നമ്പർ ഓഫ് പെർമനൻറ്റ് എംപ്ലോയീസ് ഓൺ ദ റോൾസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ റോളിൽ ഏതൊക്കെയാണ് പെർമനൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റും കൂടിയും ബോർഡിൻ്റെ റിപ്പോർട്ടിൽ വെച്ചിരിക്കണം. Average percentile increase already made in the salaries of employees other than the managerial personnel in the last financial year, and it's a comparison with the percentage increase in the managerial remuneration and justification thereof, and point out if there are any exceptional circumstances for increase in the managerial remuneration. ഇനി ചേഞ്ച് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ആവറേജ് പെർസെൻറ്റേജിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മെയ്ഡ് ഇൻ ദ സാലറീസ് എംപ്ലോയീസ്, ഓരോ എംപ്ലോയീസിൻ്റെ സാലറീസ് എന്ന് പറയുന്നതിൽ ആവറേജ് പെർസെൻറ്റേജിൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് പെർസെൻറ്റേജ് ആണ്, ഇവിടെ പറയുന്നത് പെർസെൻറ്റേജിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഇൻക്ലൂഡ് ചെയ്യാതെയാണ്? മാനേജറിയൽ പേഴ്സണലിൻ്റെ സാലറി ഇൻക്ലൂഡ് ചെയ്യാതെ പെർസെൻറ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു കമ്പാരിസൺ നടത്തിയിരിക്കണം. എന്ത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്? പെർസെൻറ്റേജിൽ ഇൻക്രീസ് ഇൻ ദ മാനേജറിയൽ റെമ്യൂണറേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ ദെയർ ഓഫ്, ആൻഡ് പോയിൻ്റ് ഔട്ട് ഇഫ് ദെയർ ആർ എനി എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് ഫോർ ഇൻക്രീസ് ഇൻ ദ മാനേജറിയൽ റെമ്യൂണറേഷൻ. മാനേജറിയൽ റെമ്യൂണറേഷനിൽ പെർസെൻറ്റേജിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ മാനേജറിയൽ റെമ്യൂണറേഷനിൽ ഇൻക്രീസ് വന്നിട്ടുള്ള ആ റീസണും കൂടിയും പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ മാനേജറിയൽ റെമ്യൂണറേഷനിൽ വന്നുള്ള ചേഞ്ച് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. The key parameters of any variable component of remuneration availed by the directors. അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കീ പാരാമീറ്റേഴ്സ് ചേഞ്ച് വന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കീ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നതും ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. Affirmation that the remuneration is as per the remuneration policy of the company.
ഇനി ചേഞ്ച് വന്നിട്ടുള്ളത് ഒരു റെമ്യൂണറേഷൻ പോളിസിയിൽ മാറ്റം വന്നിട്ടുള്ളത് ഒരു കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതും കൂടിയും ബോർഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ 7 മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ് നമ്മൾ ബോർഡ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാ സ്റ്റുഡൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുകയും പഠിക്കുകയും വേണം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെമ്യൂണറേഷൻ ആണ്. നമ്മൾ പലപ്പോഴും റെമ്യൂണറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്ടേഴ്സിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% എന്ന് പറയുന്നത് നേക്കാൾ കൂടാനായിട്ട് പാടില്ല. ഇൻ കേസ് 11%നേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അപ്രൂവൽ വാങ്ങണമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്ഷൻ 198 ഒരു പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൺസിഡർ ചെയ്യണമെന്നുള്ള ഒരു ഫാക്ടറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. All pecuniary relationship or transactions of the non-executive director vice versa the company shall be disclosed in the annual report. എങ്ങനെയാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഓരോ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനോട് എങ്ങനെയാണ് അതിലുള്ള പെക്യൂനിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഏതിലാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനോട് ഒരു കമ്പനിക്ക് എങ്ങനെയാണുള്ളത് ആ ഒരു ഫാക്ടറാണ് ആനുവൽ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. Further, the following disclosures on the remuneration of the directors shall be made in the section on the corporate governance of the annual report. അതോടൊപ്പം തന്നെ ആനുവൽ റിപ്പോർട്ടിൽ റെമ്യൂണറേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷനും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. All elements of the remuneration package of all the directors, that is salary, benefits, ബോണസ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, പെൻഷൻ എക്സെട്ര. അപ്പോൾ ഇവിടെ റെമ്യൂണറേഷൻ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ മതിയോ? അതിൽ എന്തൊക്കെ എലമെൻ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതിൽ റെമ്യൂണറേഷൻ പാക്കേജിലുള്ള എല്ലാ എലമെൻറ്റ്സും സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. അതായത് സാലറി, ബെനിഫിറ്റ്, ബോണസ്, സ്റ്റോക്ക് ഓപ്ഷൻ, പെൻഷൻ, ഇതൊക്കെ എത്ര വീതമാണ് ഓരോ കാലഘട്ടങ്ങളിലും കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. Details of fixed component and performance linked incentives along with the performance criteria. ഇനി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിക്സഡ് കോമ്പോണൻറ്റ് എത്രയാണ്, ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എത്രയാണ്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം സർവീസ് കോൺട്രാക്റ്റ്, നോട്ടീസ് പീരീഡ്, സെവറൻസ് ഫീസ്, അതായത് ഓരോ ഡെസിഗ്നേഷൻ അനുസരിച്ച് കൊണ്ട് വേർതിരിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഫീസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സെവറൻസ് ഫീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. സ്റ്റോക്ക് ഓപ്ഷൻ ഡീറ്റെയിൽസ് ഇഫ് എനി ആൻഡ് വെദർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആസ് വെൽ ആസ് ദ പീരീഡ് ഓവർ വിച്ച് accrued and over which exercisable. സ്റ്റോക്ക് ഓപ്ഷൻ ഡീറ്റെയിൽസിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ടിലാണ് എന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ദ പീരീഡ് ഓവർ വിച്ച് അക്രൂഡ്, എപ്പോഴാണ് അതിൻ്റെ പീരീഡ് ഓവർ ആകുന്നത്? അക്രൂഡ് പീരീഡ് എന്നാണ്. ഓവർ വിത്ത് എക്സസൈസബിൾ എന്ന് മുതലാണ് എക്സസൈസ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി സ്റ്റോക്ക് ഓപ്ഷനിൽ പറയണം. അതായത് സ്റ്റോക്ക് ഓപ്ഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് റേറ്റിൽ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് അക്രൂവൽ ബേസിസിലും എക്സസൈസബിൾ ബേസിസിലും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇത്രയും ഫാക്ടേഴ്സാണ് ബോർഡ് റിപ്പോർട്ടിൽ റെമ്യൂണറേഷൻ ബേസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് സർവീസ് കോൺട്രാക്റ്റ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സർവീസ് കോൺട്രാക്റ്റ്. നമ്മൾ നേരത്തെ റെമ്യൂണറേഷൻ ബേസ് ചെയ്ത് പറഞ്ഞപ്പോൾ സർവീസ് കോൺട്രാക്റ്റും നോട്ടീസ് പീരീഡും സെവറൻസ് ഫീസും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിരുന്നു. അതിലുള്ള ഒരു ഫാക്ടറാണ് സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സർവീസ് കോൺട്രാക്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. A director's service contract is an important document. Employment contracts for executive directors are commonly known as service contract.
എന്തിനെയാണ് സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്? എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിനെയാണ് സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്റ്റുഡൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. Employment contracts for executive directors are commonly known as service contract. Executive directors have significant powers and responsibility for numerous aspects of a company's business, and it is for this reason that it is fundamental that a director's rights and duties are correctly specified and agreed in legally binding document. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്റ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. ഈ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയേണ്ടത്? അതായത് കമ്പനിയുടെ ബിസിനസ് ഫങ്ഷൻസ് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ അതിൽ ഒരു ഡയറക്ടറുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾസ് എന്തൊക്കെയാണ്, പവേഴ്സ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് ക്ലിയർ ആയിട്ട് പറയുകയും അതുപോലെ തന്നെ ഒരു ഡയറക്ടറുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ആ കമ്പനിയോട് എത്രത്തോളം അക്കൗണ്ടബിൾ ആകുന്നുണ്ട് അതായി കറക്റ്റായിട്ട് പറയണം. അതായത് ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻ്റ് ആയിട്ട് ഓരോ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പവേഴ്സ് റൈറ്റ്സ് എന്ന് പറയുന്നതും ഡിസ്ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. By accepting the terms of the agreement, both the director and the company will be entering into a legally binding contract. It is therefore important to understand the obligations and the potential implications of these in the context of possible future events or unforeseen circumstances. ഇനി ഇത് ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻ്റ് ആക്കിയെടുത്താൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ സർവീസ് കോൺട്രാക്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ആയിരിക്കണം. അത് ലീഗലി ബൈൻഡിങ് ഡോക്യുമെൻ്റ് ആക്കി തീർത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനൊരു ലീഗാലിറ്റി അല്ലെങ്കിൽ വാലിഡിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുള്ളൂ. അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് കമ്പനിയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ആക്സെപ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ അത് ലീഗലായിട്ട് തന്നെ ആ കോൺട്രാക്റ്റ് പ്രകാരം ഡയറക്ടേഴ്സും കമ്പനീസും ആണ് അതിൽ രണ്ട് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഒബ്ലിഗേഷൻസ് ആൻഡ് ദ potential implications of these in the context of possible future events or unforeseen circumstances. ഭാവിയിലും അതുപോലെ തന്നെ അൺഫോർസീൻ സർക്കംസ്റ്റാൻസസിലും ക്ലിയർ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് അതിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ കംപ്ലൈ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതും കൂടി അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം. It sets out various rights and obligations that arise as a result of appointing a director. അപ്പോൾ ഇത് സെറ്റ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് ഒരു സർവീസ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിക്കൊണ്ട് തന്നെ എന്തിൽ പറഞ്ഞിരിക്കണം? ആ സർവീസ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. It creates certainty for the director and the company, allowing both the parties to be protected in situations of dispute or disagreement. അതോടൊപ്പം തന്നെ ലീഗലി ബൈൻഡിങ് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ അറ്റൻഷൻ എന്താണ് കൊടുക്കേണ്ടത്? ഒരു ഡിസ്പ്യൂട്ടോ ഒരു ഡിസഗ്രിമെൻറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സർവീസ് കോൺട്രാക്റ്റ് അഗ്രിമെൻ്റ് ആണ് ഇവിടെ ലീഗലി ബൈൻഡിങ് ആയിട്ട് ഉണ്ടാക്കേണ്ടത്. A director's service agreement commonly includes the following provisions, each of which plays an important underpinning the relationship between the director and the company. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സർവീസ് കോൺട്രാക്റ്റിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ റോൾ ആൻഡ് പവേഴ്സ് അതോറിറ്റീസ് എന്ന് പറയുന്നത് അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ സർവീസ് അഗ്രിമെൻറ്റിൽ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ എന്താണ് സ്പെസിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്? അണ്ടർപിന്നിങ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡയറക്ടർ ആൻഡ് ദ കമ്പനി. അത് അണ്ടർപിൻ ചെയ്യുന്ന തരത്തിലുള്ള റോൾസ് ആണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് സർവീസ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിൽ വരുന്ന കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ കോമൺ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ബേസിക് പ്രൊവിഷൻസ് എന്ന് പറയുന്നത് these include clauses concerning hours and place of work, salary, holiday entitlement, etc. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രൊവിഷൻസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്?
എവിടെയാണ് ജോലി ചെയ്യേണ്ടത്, എത്ര ശമ്പളമാണുള്ളത്, എത്രയൊക്കെയാണ് ഹോളിഡേയ്സ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക് പ്രൊവിഷൻസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. രണ്ടാമത് പറയുന്നത് ബോണസ് ഓർ റിവാർഡ് സ്കീംസ് ആണ്. പ്രൊവിഷൻസ് കുഡ് സ്പെസിഫൈ വെദർ എ ഡയറക്ടർ വിൽ ബി എൻടൈറ്റിൽഡ് ടു ഷെയർ ഓപ്ഷൻസ്, ബോണസ് പേയ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ പെർഫോമൻസ് ടാർഗറ്റ്സ്, മെഡിക്കൽ ഇൻഷുറൻസ് ഓർ എക്സ്പെൻസസ്, ലൈഫ് ആൻഡ് ഡിസബിലിറ്റി ഇൻഷുറൻസ് ഓർ പെൻഷൻ ഓപ്ഷൻസ്. രണ്ടാമത് പറയുന്ന ബോണസ് അല്ലെങ്കിൽ റിവാർഡ് സ്കീമിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഡയറക്ടേഴ്സിന് ഷെയർ ഓപ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലും ബോണസ് പേയ്മെൻറ്റിലും അത് പെർഫോമൻസിൻ്റെ ടാർഗറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബോണസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതും, മെഡിക്കൽ ഇൻഷുറൻസ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഡിസബിലിറ്റി, ലൈഫ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, ലൈഫ് പെൻഷൻ സ്കീംസ്, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് രണ്ടാമത് പറയുന്ന ബോണസ് ഓർ റിവാർഡ് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. തേർഡ് വണ്ണായിട്ട് പറയുന്നത് ഡിഫൈൻഡ് ഡ്യൂട്ടീസ് ആണ്. It is important to identify an executive director's duties, role and limits on authority to avoid future disputes or complaints regarding a director's position and responsibilities. തേർഡ് കണ്ടീഷൻ ആയിട്ടുള്ള ഡിഫൈൻഡ് ഡ്യൂട്ടീസിൽ എന്താണ് നമ്മൾ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ, വാട്ട് ഈസ് ദ റോൾ പ്ലേഡ് ബൈ ദ ഡയറക്ടർ ആൻഡ് വാട്ട് ആർ ദ ലിമിറ്റിംഗ് ഏരിയാസ്. അതായത് ഫ്യൂച്ചറിൽ ഒരു ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻറ്റോ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത തക്ക വിധത്തിലുള്ള ഒരു അതോറിറ്റി എങ്ങനെ കൊടുത്തിരിക്കണം, സ്പെസിഫിക് ആയിട്ട് തന്നെ കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഡയറക്ടേഴ്സിൻ്റെ പൊസിഷനും റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നതും കൂടിയും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. The position of a director has various accompanying fiduciary duties that are implied by an executive director's service agreement or a non-executive director's letter of appointment. നമ്മളിവിടെ പറഞ്ഞത് സർവീസ് കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലാണ്. ആ ഒരു സർവീസ് കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും ഒരു നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് എന്നുണ്ടെങ്കിൽ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റിലും എന്താണ് പറയേണ്ടത്, ഫിഡ്യൂഷ്യറി ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടിയും കമ്പനി ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു സർവീസ് കോൺട്രാക്റ്റ് ആണ് ഉണ്ടാക്കേണ്ടത്. അത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻ്റ് ആണ് വരുന്നത്. അതേസമയം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, ഇവിടെ സർവീസ് കോൺട്രാക്റ്റ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ കേസിൽ വരുന്നത്. There are further duties and general principles set out under the Companies Act that apply to directors. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡയറക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ റോൾസ് ആൻഡ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടി ശ്രദ്ധിക്കണം, കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് അതോറിറ്റീസ് എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. Therefore, any service agreement also include more precise and defined duties and responsibilities to reinforce implied terms and statutory responsibilities and reduce ambiguities. ഇവിടെ പറയുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സർവീസ് അഗ്രിമെൻറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, മോർ പ്രിസൈസ് ആൻഡ് ഡിഫൈൻഡ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ക്ലിയർ ആയിട്ട് റിട്ടേൺ ആയിട്ട് തന്നെ അത് ഡിഫൈൻ ചെയ്തിരിക്കണം. അത് റീഇൻഫോഴ്സ് ഇംപ്ലോയ്ഡ് ടേംസ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എംബിഗിറ്റീസ് റെഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിലാണ് ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് റോൾ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ അപ്പോയിൻമെൻ്റ് ആണ്. എ സർവീസ് കോൺട്രാക്ടർ ഷുഡ് ക്ലാരിഫൈ വെദർ എ ഡയറക്ടർ ഈസ് പെർമിറ്റഡ് ടു വർക്ക് വിത്ത് അതർ കമ്പനീസ് ആൻഡ് ഇഫ് എനി റെസ്ട്രിക്ഷൻ അപ്ലൈ ടു ദിസ് എൻടൈറ്റിൽമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, a non-compete clause preventing the director from working with the company's competitors. വേറൊരു കമ്പനിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ആ റെസ്ട്രിക്ഷൻസ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കണം. എ സർവീസ് കോൺട്രാക്ടർ ഷുഡ് ക്ലാരിഫൈ, കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്തിരിക്കണം. എന്താണ്, ഒരു ഡയറക്ടർക്ക് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള റെസ്ട്രിക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു എൻടൈറ്റിൽമെൻറ്റ്, ഒരു സ്പെസിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നോൺ കോമ്പീറ്റ് ക്ലോസ് പ്രിവെൻറ്റിംഗ് ദ ഡയറക്ടർ ഫ്രം വർക്കിംഗ് വിത്ത് ദ കമ്പനീസ് കോമ്പറ്റേറ്റേഴ്സ്. അതോടൊപ്പം തന്നെ വേറെ കമ്പനി എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സ് ആണെങ്കിൽ അവിടെ നോൺ കോമ്പീറ്റ് ക്ലോസ് എന്ന് പറയുന്നതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതാണ് എക്സ്റ്റേണൽ അപ്പോയിൻമെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
നെക്സ്റ്റ് വൺ നോട്ടീസ് പീരീഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഫാക്ടറാണ്. നേരത്തെ നമ്മൾ റെമ്യൂണറേഷൻ പഠിച്ചപ്പോൾ സർവീസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡ് ടേം ആയിട്ടാണ് നോട്ടീസ് പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ നോട്ടീസ് പീരീഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. A notice period on which employment can be terminated is an essential provision of every employment contract. The appropriate length of notice will greatly depend on individual circumstances, but is ordinarily between 6 and 12 months for senior directors. അപ്പോൾ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഓൺ വിച്ച് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ്. എന്നാണ് അത് ടെർമിനേറ്റ് ചെയ്യേണ്ടത്, അതിന് എത്രത്തോളം എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസ്, നോട്ടീസ് പീരീഡിനെ ബേസ് ചെയ്തിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ലെങ്ത് ഓഫ് നോട്ടീസ്, എത്ര പീരീഡാണ് അതിൻ്റെ നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത്, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഗ്രേറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലെങ്ത് ഓഫ് നോട്ടീസ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ 6 തുടങ്ങി 12 മാസം വരെയുള്ള ഒരു നോട്ടീസ് പീരീഡാണ് സീനിയർ ഡയറക്ടേഴ്സിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ടേം ടെർമിനേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ആണ്. ദ സർവീസ് എഗ്രിമെൻറ്റ് ഷുഡ് സ്പെസിഫൈ ദ പ്രോസസ് ഓഫ് റെസിഗ്നേഷൻ or termination of a director as well as possible grounds for termination, most commonly included fraud and gross misconduct. ഇനി എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് റിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുക, അതിനോട് ബേസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് ആണ് നെക്സ്റ്റ് ടേമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സർവീസ് എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും അത് പ്രോസസ് ഓഫ് റെസിഗ്നേഷൻ ഓർ ടെർമിനേഷൻ ഓഫ് എ ഡയറക്ടർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പോസിബിൾ ഗ്രൗണ്ടിൽ മാത്രമേ ടെർമിനേഷൻ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്രോഡ് അല്ലെങ്കിൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടിയും പറ്റിയിരിക്കണം. അപ്പോൾ ടെർമിനേഷൻ അല്ലെങ്കിൽ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് എന്തിനോട് ബേസ് ചെയ്തുകൊണ്ടാണ്? എന്താണ് ടെർമിനേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റിസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത്. റെസ്ട്രിക്റ്റീവ് കോൺട്രാക്ട്സ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തും കൂടിയും ഇവിടെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് റെസ്ട്രിക്റ്റീവ് കോൺട്രാക്ട്സ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് സർവീസ് കോൺട്രാക്റ്റ് ഓഫ് ഡയറക്ടേഴ്സിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എലമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതിൽ ഫസ്റ്റ് വൺ ബേസിക് പ്രൊവിഷൻസ്, സെക്കൻഡ് വൺ ബോണസ് ഓർ റിവാർഡ് സ്കീം, തേർഡ് വൺ ഡിഫൈൻ ദ ഡ്യൂട്ടീസ്, ഫോർത്ത് വൺ എക്സ്റ്റേണൽ അപ്പോയിൻമെൻറ്റ്, നോട്ടീസ് പീരീഡ്, ടെർമിനേഷൻ, റെസിഗ്നേഷൻ. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. റെസ്ട്രിക്റ്റീവ് കോൺട്രാക്ട്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ സർവീസ് എഗ്രിമെൻറ്റ് ടു റെസ്ട്രിക്റ്റ് എ ഫോമർ ഡയറക്ടേഴ്സ് ആക്ഷൻസ് ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ ബിസിനസ് പ്രൊജക്ട്സ് അപ്പോൺ ഡിപ്പാർച്ചർ ഫ്രം ദ കമ്പനി ആൻഡ് ദെയർ പൊസിഷൻ ആസ് ഡയറക്ടർ. ഒരു ഡയറക്ടറെ അപ്പോയിൻ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്ത് പോയതിന് ശേഷം അദ്ദേഹം ഈ കമ്പനിക്ക് എതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? സർവീസ് എഗ്രിമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, റെസ്ട്രിക്റ്റ് എ ഫോമർ ഡയറക്ടേഴ്സ് ആക്ഷൻ, ഒരു ഫോമർ ഡയറക്ടറുടെ ആക്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ. അതുപോലെ തന്നെ പോസിബിൾ ഫ്യൂച്ചർ ബിസിനസ് പ്രൊജക്റ്റുകളുടെ ഫ്യൂച്ചർ, മുമ്പുണ്ടായിരുന്ന ഡയറക്ടർക്ക് അവിടുത്തെ പ്രൊജക്റ്റ് പ്ലാനുകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്യൂച്ചർ ബിസിനസ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ പൊസിഷനിൽ, ഒരു ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ദോഷം വരത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യണം. ആ ഒരു ഫാക്ടറും കൂടിയും എന്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്? സർവീസ് എഗ്രിമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. Restrictive contracts enable a company to protect itself against unfair competition and the potential authorized use or disclosure of sensitive and confidential information, effectively safeguarding a company's relationship with its key customers and employees. എന്തിനു വേണ്ടിയിട്ടാണ്? What is the objective of creating a restrictive contract? എന്തിനു വേണ്ടിയിട്ടാണ് റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്?
അതായത് അൺഫെയർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ നിന്ന് ആ കമ്പനിയുടെ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ എലമെൻസിനെ അതിൻ്റെ ഒബ്ജക്റ്റീവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അൺഫെയർ കോമ്പറ്റീഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ പൊട്ടൻഷ്യൽ ഓതറൈസ്ഡ് യൂസ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് സെൻസിറ്റീവും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം, സെക്യൂർ ചെയ്യണം. അതുപോലെ തന്നെ സേഫ് ഗാർഡ് ചെയ്യേണ്ടത് എന്താണ്? ആ കമ്പനിയുടെ കസ്റ്റമേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഇഫക്റ്റീവായിട്ട് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് ചെയ്യണം. കീ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് നമ്മുടെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ എംപ്ലോയീസിനെയും അതോടൊപ്പം തന്നെ ഒരു മെയിൻ എലമെൻ്റാണ് എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിനെയും എംപ്ലോയീസിനെയും സേഫ് ഗാർഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റീവ്നെസ് ആണ് നമ്മളുടെ ഏത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരേണ്ടത്? റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റിൽ കൊണ്ടുവരേണ്ടത്. A copy of every director's service contract must be open to inspection either at the company's registered office or at the single alternative inspection location permitted under the Act. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റ് തന്നെയാണ്. അത് എവിടെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? അതായത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്, ഓപ്പൺ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് എവിടെ ഡിസ്ക്ലോസ് ചെയ്യാം? കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസിലോ അല്ലെങ്കിൽ സിംഗിൾ ഓൾട്ടർനേറ്റീവ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് എവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും? കമ്പനീസ് ആക്ട് പ്രകാരം എവിടെയാണോ പറയുന്നത് അവിടെ നമുക്ക് ഒരു സിംഗിൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. അതും അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രേഡ് ഓഫീസിലാണ് അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. In the latter case, the company must notify the location of the service contract. ഇനി രണ്ടാമത് പറഞ്ഞ കേസാണെങ്കിൽ നമുക്ക് എവിടെയാണോ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിരിക്കണം. The copies must be retained by the company for inspection for at least 1 year following the date of termination or expiry of a service contract. ആ സർവീസ് കോൺട്രാക്റ്റിൻ്റെ ടെർമിനേഷൻ അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം 1 വർഷം കൂടിയും അതെവിടെ കീപ്പ് ചെയ്തിരിക്കണം? കമ്പനിയിൽ ഇൻസ്പെക്ഷന് വേണ്ടി വെച്ചിരിക്കണം. Director's service contract with a guaranteed term which is or may be longer than 2 years must be approved by an ordinary resolution of the shareholders of the company. ഇതിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലും കൂടി വാങ്ങിക്കേണ്ടതാണ്. അതായത് ഡയറക്ടേഴ്സിൻ്റെ സർവീസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് ടേമിൽ 2 ഇയേഴ്സിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അപ്രൂവലാണ് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് ആരിൽ നിന്ന് വാങ്ങിക്കേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങേണ്ടത്. The guaranteed term of directors of employment is either, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു guaranteed term എന്ന് പറയുന്നത് ഇവിടെ determining the length of the guaranteed period is subject to the complex rules. ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലെങ്ത് ഓഫ് ദ ഗ്യാരണ്ടി പീരീഡ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് the director's employment continues or may be continued except at the option of the company, whether under the original agreement or under a new agreement entered into the pursuance of the original agreement, and it cannot be terminated by the company by notice, or it can be terminated only in specified circumstances. ഫസ്റ്റ് കേസിൽ എന്താണ് പറയുന്നത്? നമ്മളുടെ ഈ ഗ്യാരണ്ടീഡ് പീരീഡ് എന്ന് പറയുന്നത് ഡ്യൂറിങ് വിച്ച് ദ ഡയറക്ടേഴ്സ് എംപ്ലോയ്മെൻറ്റ് കണ്ടിന്യൂസ്, ഡയറക്ടേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർ മേ ബി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ കമ്പനിയുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനോട് കൂടിയിട്ട് ആ ഒറിജിനൽ എഗ്രിമെൻറ്റിലോ അല്ലെങ്കിൽ റിന്യൂ ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിൻ്റെ ഗ്യാരണ്ടീഡ് പീരീഡ് നമ്മൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ആൻഡ് ഇറ്റ് കനോട്ട് ബി ടെർമിനേറ്റഡ് ബൈ ദ കമ്പനി ബൈ നോട്ടീസ് പീരീഡ് കൊടുക്കാതെ നമ്മളത് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റഡ് ഓൺലി ഇൻ സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസ്. അതുപോലെ തന്നെ സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസിലും വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പീരീഡാണ് നമ്മൾ എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ ഇൻ ദ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിച്ച് ക്യാൻ ബി ടെർമിനേറ്റഡ് ബൈ ദ കമ്പനി ബൈ നോട്ടീസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ടെർമിനേഷനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ദ പീരീഡ് ഓഫ് നോട്ടീസ് റിക്വയർഡ് ടു ബി ഗിവൺ,
നോട്ടീസ് എന്തായാലും കൊടുത്തിരിക്കണം. ഇഫ് ദ എംപ്ലോയ്മെൻറ്റ് ഹാസ് എ പീരീഡ് വിത്ത് എ പാരഗ്രാഫ് എ ആൻഡ് എ പീരീഡ് വിത്തിൻ എ പാരഗ്രാഫ് ബി, ദി അഗ്രഗേറ്റ് ഓഫ് ദോസ് പീരീഡ് വിൽ ബി ഗ്യാരണ്ടീഡ് ടേം. ഗ്യാരണ്ടീഡ് ടേം ആയിട്ട് നമ്മൾ ഏതിനെയാണ് കണക്കാക്കുന്നത്? നോട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് പീരീഡ് എത്രയാണോ പറഞ്ഞിട്ടുള്ളത്, ദ പീരീഡ് ഓഫ് നോട്ടീസ് റിക്വയർഡ് ടു ബി ഗിവൺ, എത്രയാണ് സർവീസ് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുള്ളത്, ആ ഗ്യാരണ്ടീഡ് ആ നോട്ടീസ് പീരീഡാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ പാരഗ്രാഫ് എയിലും പാരഗ്രാഫ് ബിയിലും പറഞ്ഞ ഒരു കാറ്റഗറി ആണെങ്കിൽ ആ പീരീഡാണ് ഗ്യാരണ്ടീഡ് പീരീഡായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 ഗ്യാരണ്ടീഡ് പീരീഡാണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ടേം ആണ് ഡയറക്ടേഴ്സ് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞിട്ടുള്ളത് പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഡയറക്ടേഴ്സ് എംപ്ലോയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, രണ്ടാമത്തെ കേസിൽ എംപ്ലോയീസിനെ എംപ്ലോയ്മെൻറ്റിൽ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഗ്യാരണ്ടീഡ് ടേം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. If the company enters into a further service contract more than 6 months before the end of the guaranteed term of a director's employment, then the unexpired period of the guaranteed term of the original contract will be added to the guaranteed term of the new contract. ഇനി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു കമ്പനി എൻ്റർ ചെയ്തിട്ടുള്ള ഒരു സർവീസ് കോൺട്രാക്റ്റ് 6 മാസത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, ബിഫോർ ദ എൻഡ് ഓഫ് ദ ഗ്യാരണ്ടീഡ് ടേം, ഗ്യാരണ്ടീഡ് പീരീഡ് തീരുന്നതിന് മുമ്പായിട്ട് 6 മാസത്തിനുള്ളിൽ വീണ്ടും കമ്പനി ഒരു പുതിയൊരു സർവീസ് കോൺട്രാക്റ്റിലെ അഗ്രിമെൻറ്റിൽ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ, അതും എന്തിനോട് റിലേറ്റഡ് ആയിട്ട്, ഒരു ഡയറക്ടേഴ്സിൻ്റെ എംപ്ലോയ്മെൻറ്റിനോട് റിലേറ്റഡ് ആണെങ്കിൽ, ദ അൺഎക്സ്പയർഡ് പീരീഡ് ഓഫ് ദ ഗ്യാരണ്ടീഡ് ടേം, എത്രയാണോ അൺഎക്സ്പയർഡ് പീരീഡ് ഉള്ളത് അത് എവിടെ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടേം ഓഫ് ദ ഒറിജിനൽ കോൺട്രാക്റ്റ്. ഒറിജിനൽ കോൺട്രാക്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആഡ് ടു ദ ഗ്യാരണ്ടീഡ് ടേം ഓഫ് ദ ന്യൂ കോൺട്രാക്റ്റ്. പുതിയ കോൺട്രാക്റ്റിൽ പഴയ കോൺട്രാക്റ്റ് തുടങ്ങിയിട്ട് ആ ഗ്യാരണ്ടീഡ് ടേം പീരീഡും കൂടിയും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. If a company does not have members' approval for a service contract with a guaranteed term of more than 2 years, then the provision is void to the extent of the contravention, and a term will be automatically inserted in the service contract entitling the company to terminate it at any time on reasonable notice. ഇനി നെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് പറയുന്നത് എന്താണ്? ഇഫ് എ കമ്പനി ഡസ് നോട്ട് ഹാവ് മെമ്പേഴ്സ് അപ്രൂവൽ, മെമ്പറിൻ്റെ അപ്രൂവൽ കിട്ടാത്തതായിട്ടുള്ള ഒരു സർവീസ് കോൺട്രാക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഗ്യാരണ്ടീഡ് ടേം എന്ന് പറയുന്നത് 2 വർഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ, ദെൻ ദ പ്രൊവിഷൻ ഈസ് വോയിഡ്. എന്താണ് ഈ വോയിഡ് എന്ന് വെച്ചാൽ? അസാധുവായിട്ട് പോയി, അതിൻ്റെ പ്രൊവിഷൻസ് എങ്ങനെയായിപ്പോയി? വോയിഡ് ആയിപ്പോയി. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ കോൺട്രാവെൻഷൻ, അതൊരു ലംഘനത്തിൻ്റെ ഏരിയയിലേക്കാണ് അത് പോകുന്നത്. അതായത് ആ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യാത്തത് കൊണ്ട് എന്തായിപ്പോയി? വോയിഡ് ആയിപ്പോയി. ആൻഡ് ദ ടേം വിൽ ബി ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ടഡ് ഇൻ ദ സർവീസ് കോൺട്രാക്ട്. ഓട്ടോമാറ്റിക്കലായിട്ട് അതെന്ത് ചെയ്യപ്പെടും? സർവീസ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. എൻടൈറ്റിലിംഗ് ദ കമ്പനി ടു ടെർമിനേറ്റ് ഇറ്റ് അറ്റ് എനി ടൈം റീസണബിൾ നോട്ടീസ്. ഒരു റീസണബിൾ നോട്ടീസ് കൊടുത്തുകൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് അപ്രൂവൽ ലഭിക്കാത്ത കേസാണ്. അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ടേം എന്ന് പറയുന്നത് 2 വർഷത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രൊവിഷൻ വോയിഡ് ആകുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ കോൺട്രാവെൻഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് കൊണ്ടാണ് ആ ഗ്യാരണ്ടീഡ് ടേം എന്ന് പറയുന്നത് വോയിഡ് ആണെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സർവീസ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അവിടെ കോൺട്രാക്ട് എൻടൈറ്റിലിംഗ് ദ കമ്പനി ടു ടെർമിനേറ്റ് ഇറ്റ് അറ്റ് എനി ടൈം, റീസണബിൾ ആയിട്ടുള്ള ഒരു നോട്ടീസ് വെച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അതെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ടെർമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ ചെറിയൊരു ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് കോർപ്പറേറ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഫ്രെയിം വർക്കിൻ്റെ അത്യാവശ്യം വേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ അതിൽ ഫിക്സ് ചെയ്യുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. പിന്നീട് ഡിസ്കസ് ചെയ്തത് സർവീസ് കോൺട്രാക്റ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതും, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നതും, അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ഗ്യാരണ്ടീഡ് ടേം എന്ന് പറയുന്നതാണ്.
അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിച്ചു നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഇ ലേണിംഗ് കാറ്റഗറിയിലുള്ള അസൈൻമെൻ്റ് ആണ് ഞാൻ പറയുന്നത്. പേജ് നമ്പർ 134 25ാമത്തെ റെഫറൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുള്ള നാരായണമൂർത്തി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നമ്മൾ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതായത് നമ്മൾ സമ്മറൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ യൂണിവേഴ്സിറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്, അത് മുഴുവനായിട്ട് നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇ ലേണിംഗ് ആയിട്ട് തരുന്നത് പേജ് നമ്പർ 134 25ാമത്തെ റെഫറൻസ് ആയിട്ടുള്ള നാരായണമൂർത്തി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾ വായിച്ചു നോക്കുകയും മനസ്സിലാക്കുകയും ഒരു 3, 4, 5 ആവർത്തി വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിൽ നിന്ന് ഒരു സമ്മറി നിങ്ങളുടെ റിവ്യൂ ബുക്കിൽ എഴുതുകയും വേണം. ഓക്കെ, എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.